ജസിയ, ആഷിഖ്. അത്ര പെട്ടെന്നൊന്നും ഇവരെ മറക്കാൻ കഴിയില്ല നമ്മുടെ മലയാളികൾക്ക്. ആർക്കും പെട്ടെന്ന് ഇവരെ മറന്നു പോകാൻ കഴിയുകയില്ല. അത്രക്കും ഒരു ബന്ധമായിരുന്നു നമുക്ക് ജസിയയോട്. ഒട്ടേറെ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ആഷിഖ്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി. ജസിയയുമായി ആഷിഖിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ജസിയക്ക് രോഗബാധിതയായത് അറിഞ്ഞത്. ജസിയയുടെ ചികിത്സാ ചെലവിനായി ജസിയയുടെ വീഡിയോസുകളൊക്കെ കണ്ടാണ് നമ്മൾ ജസിയയെ അറിഞ്ഞത്. ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്തപ്പോഴാണ് ജസിയെ നമ്മൾ മലയാളികൾ അറിഞ്ഞത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് വീഡിയോയിലൂടെ ഇവരുടെ ഓരോ മൂമെൻറ്റുകളും വീഡിയോസുകളായിട്ട് അവർ അപ്ലോഡ് ചെയ്തിരുന്നു. അത് വളരെ പെട്ടെന്ന് ജനമനസ്സുകൾ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജസിയക്ക് വീണ്ടും ക്യാൻസർ വന്നത്. ക്യാൻസർ ബാധിച്ച തൻ്റെ ജസിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഭർത്താവാണ് സൗന്ദര്യത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഭാര്യമാരെ ഇട്ടേച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ അസുഖമുള്ള സമയത്തും തൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആഷിഖ്. ജസിയെ ആഷിഖ് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിക്കുന്ന സമയത്ത് ജസിയ നല്ല സൗന്ദര്യവതിയായിരുന്നു. പിന്നീട് ക്യാൻസർ ബാധിച്ചപ്പോൾ ജസിയയുടെ ശരീരത്തിനൊക്കെ ക്ഷീണം ബാധിച്ചു. അപ്പോഴും തൻ്റെ ഭർത്താവായ ആഷിഖ് അവളെ ചേർത്ത് പിടിച്ചു. ജസിയയുടെ അവസാന വീഡിയോയിൽ ജസിയക്ക് വേണ്ടി അവസാന നിമിഷത്തിൽ ജസിയക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ കൈനീട്ടിയ ആഷിഖിൻ്റെ ആ മുഖം നമ്മൾ ഇപ്പോഴും ഓരോരുത്തരും ഓർക്കുന്നു. ജസിയയുടെ മരണശേഷവും ജസിയയുടെ ഉമ്മാനെ തൻ്റെ ഉമ്മാനെ പോലെ തന്നെ നോക്കി. ജസിയയുടെ വലിയ ആഗ്രഹമായിരുന്നു ജസിയയുടെ ഉമ്മാക്ക് ഒരു വീട് എന്ന ഒരു സ്വപ്നം. അതും ആഷിഖ് ചെയ്തു കൊടുത്തു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആഷിഖിൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും കടന്നുപോയെങ്കിലും ഇപ്പോൾ ആഷിഖ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും അവരുടെ പുതിയ ജീവിതത്തിൽ സന്തോഷം മാത്രം നിലനിൽക്കട്ടെ. ജസിയയുടെ വലിയ ആഗ്രഹമായിരുന്നു ഉമ്മാക്ക് ഒരു പണി തുടങ്ങി ജസിയയുടെ ആണ്ടിൻ്റെ സമയത്ത് തന്നെ വീടൊരുക്കൽ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷിഖ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ തുടങ്ങിയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആഷിഖ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ജസിയ മരിച്ചിട്ടും ജസിയയുടെ ഉമ്മാനെ കൈവിടാതെ അവൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ആഷിഖ്. ജസി മരിച്ചാലും ജസിയെ മറക്കാൻ ആർക്കും കഴിയില്ല. അതൊരു വല്ലാത്ത വേദനയാണ്, തീരാ നഷ്ടമാണ്. ജസിമോൾ നാഥന് എപ്പോഴും ഖബർ ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആഷിഖ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആഷിഖ് ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, കൂടെ ചേർത്ത് പിടിച്ചു. ആഷിഖ് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അവന് അള്ളാഹു നല്ല ജീവിതവും കൊടുക്കട്ടെ. ആഷിഖിനും ആ പെൺകുട്ടിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. അള്ളാഹു അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒരുപാട് കാലം അവർക്ക് ജീവിക്കാനുള്ള ബർക്കത്തും റഹ്മത്തും അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.